തല കറങ്ങി താഴെ വീഴുന്നതിന് മുൻപ് ഞാൻ ആ സരസ്വതിയെ പിരികേറ്റി ഒരു വഴക്കുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. എടാ, പക്ഷെ അത് കുടിച്ചത് അവളല്ലേടാ? അല്ലമ്മേ, എനിക്ക് മാറിപ്പോയതാ. രാജു, നിങ്ങൾക്ക് വന്നേ, കേക്ക് മുറിക്ക്. ശേഖരൻ സാറേ, കേക്ക് മുറിക്കാനൊക്കെ വരട്ടെ. അതിനു മുമ്പ് എനിക്ക് വർമ്മ സാറിനോട് കുറച്ച് കാര്യങ്ങൾ. എന്താ രാജു, നിനക്ക് എന്താ പറ്റി? രാജു, എന്നോട് ക്ഷമിക്കണം വർമ്മ സാറേ. എന്താ ഇത്? എന്നോട് ക്ഷമിക്കണം. നീ എന്തായി കാണിക്കുന്നേ? എന്താ പ്രതാപ, എന്താ ഇവിടെ പ്രശ്നം? ഒരു മിനിറ്റ് ചേച്ചി. രാജു, വർമ്മ സാറേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ വർമ്മ സാറിനോട് ചെയ്ത. വർമ്മ സാറിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പിന്നെ ഞാൻ പറയുന്നത് വർമ്മ സാറെ ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ട് കഴിയുമ്പോ വർമ്മ സാറിനെ ശരിക്കും മനസ്സിലാവും രാജു ഒന്നും മനഃപൂർവ്വം ചെയ്തിട്ടില്ലാന്ന്. നീ ഇനി കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. മനസ്സിലായോ? ഇത്ര പെട്ടെന്നോ? അതങ്ങനെ കേട്ടോ മേഡം? വർമ്മ സാറിന് മനസ്സിലായത് മേഡം ഓർത്തില്ലേ? എല്ലാം മനസ്സിലാകുമ്പോ വർമ്മ സാറ് ദേഷ്യപ്പെടുമെന്ന് ഞാനും അങ്ങനെ ഓർത്തെ. കണ്ടോ, നമ്മുടെ വർമ്മ സാറേ തനി തങ്കം. വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. പക്ഷേ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണം. എല്ലാവരോടും തുറന്ന് പറയണം. രാജു, നീ എന്ത് കൂത്തേ കാണിക്കുന്നേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. വർമ്മ സാറേ, വർമ്മ സാറേ, നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കാം. ആദ്യം നീ ഒന്ന് ഊതിക്കേ. ഊതാനോ? അതെ, എന്റെ മുഖത്തേക്കൊന്ന് ഊതാൻ. എന്തിന്? നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി ആഘോഷമായി നിങ്ങളുടെ റിസപ്ഷൻ ഞാൻ നടത്താമെന്ന് വിചാരിച്ചപ്പോ കള്ളു കുടിച്ച് കയറി തെമ്മാടിത്തരം കാണിക്കുന്നു. കള്ളോ? ഞാനോ? ഞാൻ കുടിക്കില്ല എന്ന് വർമ്മ സാറിന് അറിയില്ലേ? ഞാൻ കുടിക്കില്ല. എനിക്കെല്ലാം വർമ്മ സാറേ, വർമ്മ സാറേ എവിടെ? രാജു, നീ എന്തായി കാണിക്കുന്നേ? രാജു, വർമ്മ സാറിനെ വിളിക്കുക. എനിക്കെല്ലാം വർമ്മ സാറിനോട് പറയണം. വർമ്മ സാറേ, വർമ്മ സാറേ, ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. രതിക മേഡത്തിന്റെ കഴുത്തില് സത്യമായിട്ട് ഞാനല്ല താലി കെട്ടിയത്. വർമ്മ സാറേ, രാജു, ഞാനിതെവിടെയാ? റിസപ്ഷൻ വന്നവർക്ക് എവിടെയാ? ഇത് റൂമാ.
റൂമോ? ഞാനെങ്ങനെ ഇവിടെ എത്തി? ദൈവമേ, നേരം വെളുത്തോ? എന്റെ തല വല്ലാണ്ട് വേദനിക്കുന്നു. വല്ലാണ്ട് വേദനിക്കുന്നു. ഋതിക മാഡം, കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. എനിക്ക് എന്താ പറ്റിയത്? രാജു, ഇത് തീരെ പഴഞ്ചൻ പരിപാടിയാ. എന്ത്? എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് ധൈര്യത്തിന് വേണ്ടി മദ്യപിക്കുന്നത്. ധൈര്യത്തിന് വേണ്ടി? അതിന് ആരാ ഋതിക മേഡം മദ്യപിച്ചത്? ഋതിക മേഡം എന്തിനാ പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. രാജു എന്തിനാ ഇന്നലെ മദ്യപിച്ച് റിസപ്ഷനിൽ ബഹളം ഉണ്ടാക്കിയത്? ബഹളം ഉണ്ടാക്കിയെന്നോ? ആര്? എപ്പോ? ഞാൻ മദ്യപിച്ചെന്നോ? ശരിയാണല്ലോ. ഇതെവിടുന്ന ഈ മദ്യത്തിന്റെ മണം? സ്വന്തമായി തന്നെ. ഈശ്വര, ഞാൻ എപ്പോ? എന്നെ ആരാ മേഡം ഈ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം പോയി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. ആ കോലം കണ്ടാലും മതി. മേഡം, ഞാൻ ഇന്നലെ മോശമായിട്ട് ആരോടെങ്കിലും പെരുമാറിയോ മേഡം? സത്യമായിട്ടും എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. രാജുവേട്ടൻ എണീറ്റോ? നേരത്തെ എണീറ്റ് ഹാളിലേക്ക് വരാതിരുന്ന നന്നായി. വല്ലിച്ച രാജുവേട്ടനെ കണ്ടിരുന്നെങ്കിലേ രാജുവേട്ടന് നല്ല തല്ല് കിട്ടിയനെ. വർമ്മ സർ ദേഷ്യത്തിലാണോ? പിന്നെ ദേഷ്യപ്പെടാതെ. തോളത്തെടുത്ത് വെച്ച് കൊഞ്ചിക്കുന്ന പണിയാണല്ലോ രാജുവേട്ടൻ കാണിച്ചത്. രാജുവേട്ടനോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി വെല്ലിച്ചൻ ഒരു വലിയ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തപ്പോ രാജുവേട്ടൻ തന്നെ അത് മുഴുവൻ കൊളാക്കി. അപ്പോ ഞാൻ രാജുവേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അപ്പോ അച്ഛൻ പോയോ? പോയി ചേച്ചി. ശരി, നീ എങ്കി പൊയ്ക്കോ. നിനക്ക് പഠിക്കാനുള്ളതല്ലേ? ശരി ചേച്ചി. ഋതിക മേഡം, എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ വേഗം ചെന്ന് കുളിച്ച് റെഡി ആവ് രാജു. നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജുവിന്റെ കൂർക്കം വലി കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കൂർക്കം വലി പോരാത്തതിന് പിച്ചും പേയും പറഞ്ഞത് വേറെ. സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല മേഡം. ചെന്ന് കുളിക്കാൻ നോക്ക് രാജു. അല്ല, ടവല് വേണമെങ്കിൽ പോയി എടുത്തോ. ദൈവമേ, എനിക്ക് എന്താ ഇന്നലെ സംഭവിച്ചത്? അല്ല, ഞാനെപ്പോഴും മദ്യപിച്ചത്? വർമ്മ സാറിനോട് എല്ലാം തുറന്നു പറയാൻ കിട്ടിയൊരു അവസരമായിരുന്നു. അതും പറ്റിയില്ലല്ലോ. അവന്റെ പോക്ക് കണ്ടിട്ടേ എനിക്ക് ചിരി നിർത്താൻ ആവുന്നില്ല അമ്മേ. അതല്ല, അതിലും വലിയൊരു സംഭവം വേറെ ഉണ്ട്. അത് കേട്ടാലേ അമ്മ ചിരിച്ചിരിച്ച് ചാവും. എന്താണ് അത്? രാത്രിയിലെ ഞാൻ ഋതികയുടെ മുറിയുടെ വാതിലില് ചെവി വെച്ച് നോക്കി. രാവിലെ നോക്കി. ചെവി പൊട്ടുന്നത് പോലെയായിരുന്നു അവന്റെ കൂർക്കമ്പലിയുടെ ശബ്ദം. ആണോ? അതെ അമ്മേ. എടാ, സത്യമാണോ നീ പറയുന്നേ? അതേന്നെ. എന്നാലും അവൻ എങ്ങനെയാടാ ഒരൊറ്റ ഗ്ലാസ്സിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതാ എനിക്കും മനസ്സിലാവാത്ത. സാധാരണ ഒരു ഗ്ലാസ് അകത്ത് തന്ന പരാക്രമം കാണിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നായ്ക്കുട്ടി ഉറങ്ങുന്നത് പോലെ ഒരു ഒറ്റ ഉറക്കം. എണീറ്റ് കാണൂടാ അവൻ. ആ, തല പൊങ്ങാനുള്ള സമയമായെന്നാ തോന്നുന്നു. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മോനെ. നിന്റെ ബുദ്ധി ഏറ്റു. റിസപ്ഷനും മുടങ്ങി അവൻ ശരിക്കും നാണം കെടുകയും ചെയ്തു. അവൻ നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ അമ്മേ. ഈ നടന്ന കാര്യം പറഞ്ഞു തന്നെ
അവനെ എനിക്ക് ഇനിയും ഇറിറ്റേറ്റ് ചെയ്യണം അമ്മേ. ഹ, എന്തിനാടാ വെറുതെ ചത്ത പാമ്പിനെ വീണ്ടും വീണ്ടും തല്ലുന്നേ? അമ്മയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ, വീണ് കിടക്കുന്നിടത്തുനിന്ന് എണീക്കാതെ അവന്റെ പത്തി നോക്കി തന്നെ അടിച്ചോണ്ടിരിക്കണമെന്ന്. അവന് ഈ ഉണ്ടായ അപമാനമൊന്നും പോരമ്മേ. ഇപ്പൊ റിസപ്ഷൻ മുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് കോളറെ പിടിച്ച് തൂക്കി വെളിയിലേക്ക് എറിയുന്ന ദിവസം ഉടനെ ഉണ്ടാവും. അമ്മ കണ്ടോ? ഇപ്പോഴാ മോനെ നിന്നിൽ എനിക്ക് ഒരു പ്രതീക്ഷ തോന്നുന്നത്. എനിക്കറിയാം, ഒരു ദിവസം ഈ അമ്മ നിന്നെ ഓർത്ത് അഭിമാനിക്കും. നീ പ്രതാപനെക്കാളും ഉയരങ്ങളിലെത്തും. ഇന്നലെ ശരിക്കും എന്താ രാജുവിന് പറ്റിയതെന്ന് ശേഖരേട്ടൻ രാജുവിനോട് ചോദിച്ചോ? ഇല്ല യാമിനി, ഞാൻ രാവിലെ പോയി നോക്കി. രാജു നല്ല ഉറക്കത്തിലായിരുന്നു. രാജു ഒരിക്കലും മദ്യപിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും സംഭവിച്ചതാവാം. മദ്യത്തിന്റെ മണം രാജുവിന്റെ ദേഹത്തുണ്ടായിരുന്നു. രാജു പുറത്തു നിന്നപ്പോ മദ്യപിച്ചിട്ടല്ല വന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് രാജുവിന് മദ്യം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മദ്യവെച്ച് വരാനും മദ്യം കഴിക്കാനും ധൈര്യമുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ, അങ്ങനെ അതും എന്റെ മകന്റെ തലയിൽ വച്ചു കെട്ടാൻ നോക്കണ്ട ശേഖര. രാജു ഋതികയെ പ്രണയിക്കുമെന്നോ വിവാഹം കഴിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചിരുന്നോ? അത് സംഭവിച്ചില്ലേ? അങ്ങനെ രാജുവിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവൻ ആള് ശരിയല്ലെന്ന് നിങ്ങളോട് ഞാനൊരു 1000 തവണ പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചോ? രാജുവിന്റെ തനി നിറം നിങ്ങളെല്ലാവരും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ വാക്ക് കേൾക്കാത്ത നിങ്ങളൊക്കെ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്താ പ്രശ്നം? നിന്റെ ചെറിയമ്മാവന്റെ കണ്ടുപിടുത്തം കേട്ടോടാ. ഹാ, നീയാണ് രാജുവിനെ മദ്യം കുടിപ്പിച്ചതെന്ന്. ആഹാ, അത് നല്ല കഥയായല്ലോ അമ്മേ. ശേഖരേട്ടൻ ഒരു സംശയം പറഞ്ഞെന്നല്ലേയുള്ളൂ. ദീപകിന്റെ പേരൊന്നും ശേഖരേട്ടൻ പറഞ്ഞില്ലല്ലോ. നിന്റെ ചേട്ടനെ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി യാമിനി. നീയേ കൂടുതൽ ന്യായീകരണം ഒന്നും നടത്തണ്ട. ദേ വരുന്നുണ്ടമ്മേ കഥാനായകൻ. ആ, നായികയുണ്ടല്ലോ. ആ വരവ് കണ്ടില്ലേ? ശരിമേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. അല്ല, എന്താ രാജു, നീ ആരോട് യാത്ര പറയുന്നില്ലേ? രാജു വാ. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഇവിടെ ഇനി നിന്റെ വാശിയൊന്നും നടക്കാൻ പോകുന്നില്ല രമ്യേ. നിന്റെ ഈ വകതിരിവില്ലാത്ത ആഗ്രഹങ്ങളുടെയും നിനക്ക് ഈ വീട്ടുകാരോടുള്ള സിമ്പതിയും കൊണ്ടാ രുക്മിണിക്കും അളിയനും ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെ ഇനി എന്ത് നടക്കണമെന്ന് ഈ വെട്ടിയാർ സേതു തീരുമാനിക്കും. അമ്മയുടെ വാക്കും കേട്ട് അമ്മ അവനെ കാണിച്ചു കൂട്ടുന്നത് എനിക്കിതിരെ പിടിക്കുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇവരിവിടെ ഒഴിഞ്ഞു പോയ പുതിയ വാടകക്കാരെ അമ്മാവും കൊണ്ടു തരുമോ? എല്ലാ മാസവും കൃത്യമായി വാടക തന്ന് വീട് വൃത്തിയായി നോക്കുന്ന മാന്യമായി ജീവിക്കുന്ന ആളുകളാ ഇവര്. ഒരു വാശിയുടെ പുറത്ത് ഇവരെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ
ഈ നാട്ടില് വീട് വാടകയ്ക്ക് എടുക്കാൻ ആളെ കിട്ടാനല്ലേ പ്രയാസം. പിന്നെ കൃത്യമായി കിട്ടുന്ന വാടക. എടീ, പല മാസങ്ങളിലും നീ അളിയന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഈ വീട്ടിലെ മൂത്ത പെണ്ണിന്റെ കൈ കൊടുത്ത് ആ കാശ് തന്നെയല്ലേ വാടക എന്ന രൂപത്തിൽ രുക്മിണിയുടെ കൈ കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വാടക കാശ് നീ വാങ്ങി ചെലവാക്കിയെന്ന് പറയും അല്ലേ? പിന്നെ ഇവരുടെ മാന്യത. കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അന്തരി ഇപ്പൊ ഇവരുടെ കുടുംബത്തിലായി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. അമ്മാവ ഒന്ന് മാറി നിൽക്കണേ. അമ്മാവ പറയട്ടെ. അമ്മാവ ഒന്ന് നിക്ക്. എന്താ നിങ്ങൾ ഇവിടെ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കണേ? എഗ്രിമെന്റ് തീരാൻ സമയമായി, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അതിനാണ് വീടിന്റെ മുമ്പിൽ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? ഇതെന്റെ പെങ്ങടെ വീട്. ഞാൻ ഈ വീട്ടിന്റെ മുന്നിൽ നിന്ന് ബഹളം വെച്ചെന്നും എനിക്ക് തോന്നുന്ന പലതും ചെയ്തെന്നും ഇരിക്കും. അതെന്റെ സൗകര്യം. വാടകക്കാരൻ സംസാരിക്കുന്ന രീതി സംസാരിച്ചാൽ മതി. വീടിന്റെ ഉടമസ്ഥയുടെ ചേട്ടനോട് വാടകക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് എഗ്രിമെന്റിലുണ്ടായിരുന്ന? ഇല്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലെ അങ്ങോട്ട് സംസാരിക്കും. അത് സേതുവല്ല, അതില് വലിയ പുള്ളിയായാലും വേണുവിന് അങ്ങനെ സംസാരിച്ച ശീലം. ആ ശീലങ്ങളൊന്നും സേതുവിനോട് ഇറക്കണ്ട. ഞാനേ ആളിത്തിരി പെശക. അത് നിന്റെ നാട്ടിൽ ചെലവാക്കിയാ മതി. ഇവിടെ ഇറക്കാൻ നോക്കിയാ നീ വിവരം അറിയും. എന്താ നിനക്ക് സംശയം ഉണ്ടോ? എങ്കിലാന്ന് കാണണല്ലോ. സേതു, എഗ്രിമെന്റ് തീരാൻ ഇനിയും ദിവസങ്ങളില്ലേ? നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തിരിച്ചു തരാന്നും പറഞ്ഞതല്ലേ? പറഞ്ഞ ദിവസം ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്തോളാം. ദേവി, ഇത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്നുമില്ലെങ്കിലും വേണിച്ചേട്ടന്റെ പ്രായത്തിനെങ്കിലും ഒരു ബഹുമാനം കൊടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. പിരിയുമ്പോഴും സന്തോഷത്തോടെ പിരിയുന്നതല്ലേ നല്ലത്? ഓ പിന്നെ നിങ്ങളോട് സന്ധി ചേർന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? പറഞ്ഞ ദിവസം കൃത്യം കാശ് മുഴുവൻ തന്ന് പെട്ടിയും കിടക്കെ എടുത്തോണ്ടേ ഇവിടെ നിറയിക്കോണം. ഇറങ്ങിക്കൊള്ളാം. നാട്ടുകാരിയൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ സേതു? ഞങ്ങളെ നാണം കെടുത്താതെ ഇപ്പൊ ഇവിടുന്ന് പോകും സേതു. നാണക്കേടോ? ആർക്ക്? നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഇതിന് നാണോ മാനോ ഒക്കെ ഉണ്ടോ? വേണുവേട്ടനൊന്നും പറയണ്ട. ഞാനല്ലേ സേതുവിനോട് സംസാരിക്കുന്നത്. വേണുവേട്ടൻ മിണ്ടാ നിക്ക്. സേതു, ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ ഉള്ളൂ. ഈ പാവത്തിന്റെ മനസ്സ് നിറയെ വിഷമമാണ്. സങ്കടം കൊണ്ട് ഇദ്ദേഹം ഓരോന്ന് പറഞ്ഞു പോകുന്നതാ. എഗ്രിമെന്റ് തീരുന്ന ഡേറ്റിന് തരാനുള്ളതെല്ലാം തന്ന് ഇടപാട് ഞങ്ങൾ തീർത്തില്ലെങ്കിൽ സേതുവിന് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കുകയോ ഇറക്കി വിടുകയോ എന്താന്ന് വെച്ചാ. ഇപ്പൊ ഇവിടുന്ന് പോണം. ഇതൊരപേക്ഷയാണ്. ഓ, അങ്ങനെ ഞാൻ നിങ്ങളെ ഇറക്കി വിടുന്നവരെ കാത്തിരിക്കാനല്ലേ? എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പ്രായമുള്ള ആളല്ലേ? വയസ്സാം കാലത്ത് ഈ കിളവനെ വെറുതെ ജയിലിൽ കിടത്തണ്ടെങ്കിൽ എന്റെ പെങ്ങക്ക് കൊടുക്കേണ്ട കാശ് ഉണ്ടാക്കി വച്ചോണം. മനസ്സിലായോ? മനസ്സിലായി. എല്ലാ ഇടപാടുകളും തീർന്നിട്ട് ഈ നാട്ടിൽ സേതു വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. രാധമ്മേ, നീ അവിടെ എന്ത് കാണാൻ നിക്കാടി? അവിടെ ഒരു രാധമ്മ. ഇങ്ങോട്ട് ഓടി. മോള് പൊയ്ക്കോ. വേണുട്ടാ, എന്താ? ആയ കാലത്ത് സമ്പാദിക്കാൻ ശ്രമിക്കാതെ ഓടിയതൊക്കെ തെറ്റായി പോയല്ലോ രാധമ്മ.
ഒരു കിടപ്പാട് ഉണ്ടാക്കാൻ പറ്റാത്തവനായി പോയില്ല ഞാൻ. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, അതൊക്കെ നമ്മുടെ വിധിയല്ലേ. അല്ലാതെ കഷ്ടപ്പെടാഞ്ഞിട്ടോ ശ്രമിക്കാഞ്ഞിട്ടോ ആണോ? എങ്ങനെയെങ്കിലും ആ കാശ് കൊടുക്കണം. ഇത്രയും കാശ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ ശരിയാക്കും വേണുവേട്ടാ? ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ലടി. വർമ്മ സാറിനോട് അത് പാടില്ല രാധമ്മേ. അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടായിട്ടും എല്ലാം സഹിച്ചു ക്ഷമിച്ച് സമാധാനിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ പ്രാരാബ്ധമായി ചെന്ന് യാചിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. പ്രതികാമാരത്തിനും അതൊരു കുറച്ചിലാവും. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എന്താ വേണുവേട്ടാ? എന്തു പറ്റി? ഒന്നുമില്ല. നീ എന്റെ ഷർട്ടും കൊണ്ടുവന്ന് എടുത്തു വെക്കേ. ശരി അച്ഛാ. എവിടേക്കാ? എവിടുന്നെങ്കിലും രുക്മിണിക്ക് കൊടുക്കാനുള്ള കാശുണ്ടാക്കണം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാലമായി രാധമ്മേ. എന്നെങ്കിലും ഒരിക്കലും ഇത് സ്വന്തമായി രാജുവിന്റെ പേരിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.